കൂട്ടുകാരെ അസുലാണ് എന്തെല്ലാം വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണ് കൂട്ടുകാരെ. സക്സസ് ആകാൻ പൂതിയുണ്ട്. അതിപ്പോൾ നടക്കുന്ന കാര്യമാണ് കേട്ടോ കൂട്ടുകാരെ. സക്സസ് ആകും, ഇങ്ങനെ പോയാൽ നല്ല സക്സസ് ആകും നിങ്ങൾ. പഠനകാലത്ത് സാറുമാരെയോ ടീച്ചേഴ്സുമാരെയോ ബന്ധപ്പെട്ടവരെ ബഹുമാനിക്കാതെ അവരെ ആക്രമിച്ചുകൊണ്ട് അവരെ ബഹുമാനിക്കാതെ നടന്നിട്ടുണ്ടോ? പൊന്നാര ചങ്ങായിമാർ എവിടെ രക്ഷപ്പെടൂല കേട്ടോ. ആദ്യം മനസ്സിലാക്കുക, അവരെ പൊരുത്തം ചോദിക്കണം എപ്പോഴും നമ്മൾ. നിങ്ങളൊക്കെ സ്കൂൾ റിട്ടയർഡ് ആകുമ്പോൾ, നിങ്ങൾ സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഇന്നത്തെ കാലത്ത്, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ബെഞ്ച് പൊട്ടിക്കുക, അതുപോലെ തന്നെ സാറുമാരെ കണ്ട് ചീത്ത വിളിക്കുക. ആരടാ അയച്ചാൽ ഞാനടാ പറഞ്ഞ വിദ്യാർത്ഥികൾ, നമ്മൾക്കൊക്കെ പേടിയായിരുന്നു കൂട്ടുകാരെ. എൻ്റെ അവസ്ഥ ഞാൻ പറയട്ടെ, എൻ്റെ സാറുമാരെ ഞാൻ അത്രത്തോളം ബഹുമാനിച്ചിട്ടുണ്ട്. ഞാൻ അവർക്ക് പ്രാർത്ഥിക്കലുണ്ട്. ഞാൻ എപ്പോഴും അവർ റെസ്പെക്റ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നിലൊക്കെ മൈനസ് ഉണ്ടായാലും ഞാൻ സാറുമാരോട് തന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറയും. എനിക്ക് നമ്മൾ പഠിക്കുന്ന കാലത്ത് അത്രത്തോളം ക്വാളിറ്റി ഉള്ളവനൊന്നല്ല ഞാൻ, എന്നാലും എൻ്റെതായ ഒരു ബഹുമാനം എപ്പോഴും ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കും പല മേഖലയിലും സന്തോഷത്തിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ അവരെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, വാക്ക് കൊണ്ട് പോലും നോവിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്ക് മെസ്സേജ് അയച്ച് അവരോട് പൊരുത്തം ചോദിക്കുക. അല്ലെങ്കിൽ ഒരു രക്ഷയില്ല മക്കളെ, ജീവിതത്തിൽ വലിയ വിഷമം അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ പെണ്ണ് കെട്ടിയാലും അതുപോലെ തന്നെ അതിൽ ഉണ്ടാകുന്ന മക്കളെ കൊണ്ട് നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പോൾ ഞാൻ വെറുതെ പറയില്ല, പല നിലക്കും വിഷമം അനുഭവിക്കുന്നവർ ഞാൻ അറിയുന്നുണ്ട്. ഒരുപാട് സ്ഥലത്തിൻ്റെ ചങ്ങായിമാർ തന്നെ ഓരോ പറയാറുണ്ട്. അപ്പോൾ സാറുമാരെ പൊരുത്തം വാങ്ങുക, വേണ്ടപ്പെട്ടവരെ പൊരുത്തം വാങ്ങുക. എന്നാൽ ഏത് മേഖല, നിങ്ങൾ ബിസിനസ് ആകട്ടെ, നിങ്ങൾ ഏത് വഴിയിൽ സഞ്ചരിക്കുക, അവരെ പ്രാർത്ഥന ഉണ്ടാവും. പല നിലക്കും നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഒരിക്കലെങ്കിലും അവരെ ബന്ധപ്പെടണം എപ്പോഴും. നമ്മൾ എത്ര വലിയവരായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും അവരെ ഒന്ന് കാണാൻ പോകുക, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക, അവരോട് സന്തോഷ വിവരങ്ങളൊക്കെ നിങ്ങൾ പങ്കുവെക്കുക. അത് അവർക്ക് വലിയ സന്തോഷമായിരിക്കും. അപ്പം നല്ല വീഡിയോ വരുന്നുണ്ട് മക്കളെ, നിങ്ങളത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പോയി വെക്കുക. ഗുഡ് ബൈ.